തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അഫാന്റെ പിതാവ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. സൗദിയിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സുബൈറുദ്ദീനൂർ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോണിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ സുബൈറുദ്ദീനൂർ? ഉന്മേഷ്, തികച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നലെയാണ് ഇതിന്റെ ഫൈനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ 12:10 സൗദി സമയം 12:10 ദമാമിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം പുറപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണുള്ളത്. എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹം വിമാനത്താവളത്തിന്റെ അകത്തേക്ക് പോയിരിക്കുന്നു. 12:10 കൂടിയിട്ട് ദമാമിൽ നിന്നും പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ഇക്കാമ കാലാവധി കഴിഞ്ഞത് മൂലമുണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ദമാമിലെ സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം, വിശിഷ്യ ഇവിടുത്തെ നോർക്ക പ്രതിനിധി കൂടിയായ നാസ് വക്കത്തിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇത്രയും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞത് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും നാളെ രാവിലെ 7:15 കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമുക്കറിയുന്നത്. മാത്രമല്ല നോർക്കയുടെ പ്രതിനിധികൾ കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രവാസികൾ ഏറെ കാത്തിരുന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നുള്ള പ്രവാസികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു വലിയ ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ശരി, സുബൈറുദ്ദീനൂറാണ് ദമാമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.